ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഡിഫറൻസിയേഷൻ വർക്ക് ചെയ്യുന്നത് എന്നാണ്. y എന്നുള്ള ഒരു ഫങ്ഷൻ നമ്മുടെ അടുത്തുണ്ട്. y എക്സിൻ്റെ ടേംസിലുള്ള ഒരു ഫങ്ഷനാണ്. എക്സിലുള്ള ഒരു ഫങ്ഷനാണ് y. എക്സാമ്പിൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ്, അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ y ഈക്വൽ സൈൻ എക്സ്, അല്ലെങ്കിൽ y ഈക്വൽ റൂട്ട് എക്സ്, അതുമല്ലെങ്കിൽ y ഈക്വൽ ടാൻ എക്സ്. ഇതുപോലെ എക്സിൻ്റെ ടേമിലുള്ള ഒരു ഫങ്ഷനാണ് y. ഈ y എന്നുള്ള ഫങ്ഷന് മറ്റൊരു ഫങ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് d/dx. ഓക്കെ, ഇത്രയുമാണ് അതിൻ്റെ ബേസിക്. അപ്പോൾ ഈ ഫങ്ഷൻസൊക്കെ നമ്മുടെ അടുത്തുണ്ട്. ഈ ഓരോന്നിൻ്റെയും d/dx കാണുക എന്നുള്ളതാണ് ഡിഫറൻസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. dy/dx എന്നാൽ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് എന്നാ വായിക്കുക. വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്. അപ്പോൾ എക്സാമിന് dy/dx കാണാൻ പറഞ്ഞാൽ ആ y എന്താണോ അതിനെ മറ്റൊരു ഫങ്ഷനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്താൽ മതി. ആ കൺവേർട്ട് ചെയ്യുന്ന രീതികളാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ഫങ്ഷനെയും ഓരോ രീതിയിലാണ് ഇത് ആക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ y ഈക്വൽ ടു റൂട്ട് എക്സ് എന്നുള്ളതിന് dy/dx കാണാൻ പറഞ്ഞാൽ, ഞാൻ താഴേക്ക് ഇറക്കി എഴുതുകയാണ്, y ഈക്വൽ റൂട്ട് എക്സ് എന്നുള്ളതാണ് നമ്മുടെ ഫങ്ഷനെങ്കിൽ dy/dx കാണാൻ പറഞ്ഞാൽ രണ്ട് സൈഡിലും d/dx കൊടുക്കുക. d/dx ഓഫ് y ഈക്വൽസ് d/dx ഓഫ് റൂട്ട് എക്സ്. ഇതിൻ്റെ ആൻസർ 1/2 റൂട്ട് എക്സ് എന്നാണ്. അതുപോലെ y ഈക്വൽ സൈൻ എക്സ് ആണെങ്കിൽ dy/dx എന്നാൽ d/dx ഓഫ് സൈൻ എക്സ്, അത് കോസ് എക്സ് ആണ്. ഇതേ മെത്തേഡിൽ നമ്മൾ എല്ലാ ഫങ്ഷൻ്റെയും d/dxന് കുറച്ച് മറ്റ് ഫങ്ഷനുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. അത് പല മെത്തേഡ്സ് വെച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് പഠിക്കാനില്ല. നമ്മളത് ആ ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്താൽ മതി. ഇതൊക്കെയാണ് ആ ഫോർമുലാസ്. അപ്പോൾ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഇത്. ഓക്കെ, ആദ്യം ഇത്രയുമാണ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത്രയും ആദ്യത്തെ കുറച്ച് സെറ്റ് ഓഫ് ഫങ്ഷൻസ് ആണ്. ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഉണ്ട്, പോളിനോമിയൽ, ഈ x⁻n എന്നുള്ളൊരു ഫങ്ഷൻ ഉണ്ട്. അങ്ങനെ ബാക്കിയുള്ള ഫങ്ഷൻസ് താഴെയുണ്ട്. e⁻x ഉണ്ട്, e⁻x ആണ്. അപ്പോൾ നമുക്കിത് ഓരോന്നിലേക്കും ഒന്ന് ചെറുതായിട്ട് കടക്കാം. നോക്കുകയാണെങ്കിൽ d/dx ഓഫ് k ഈക്വൽ 0 എന്ന് കണ്ടില്ലേ ആദ്യം. ഇത് ഉദ്ദേശിക്കുന്നത് k എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റാണ്. d/dx ഓഫ് ഒരു 10 അല്ലെങ്കിൽ d/dx ഓഫ് 20 അല്ലെങ്കിൽ d/dx ഓഫ് 3, ഇതെല്ലാം പോകുന്നത് 0യിലേക്കാണ്. ഇതിൻ്റെ എല്ലാം ആൻസർ 0 അപ്പോൾ 3യുടെ ഡെറിവേറ്റീവ് എന്താണ്? 0 20യുടെ ഡെറിവേറ്റീവ് 0 അപ്പോൾ കോൺസ്റ്റൻറ്റുകളെല്ലാം 0യിലേക്കാണ് ഈ d/dx കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിനെയോ d/dx ഓഫ് എക്സ് അതിനെ 1ലേക്കാണ് കൊണ്ടുപോകുന്നത്. താഴേക്ക് പോരുമ്പോൾ d/dx ഓഫ് x⁻n കൊണ്ടുപോകുന്നത് nx⁻n-1ലേക്കാണ്. d/dx ഓഫ് റൂട്ട് എക്സിനെ കൊണ്ടുപോകുന്നത് 1/2 റൂട്ട് എക്സിലേക്കാണ്. ഇനി സൈൻ എക്സിന് കോസ് എക്സിലേക്ക് കൊണ്ടുപോകുന്നു, കോസ് എക്സിന് മൈനസ് സൈൻ എക്സിലേക്ക് കൊണ്ടുപോകുന്നു. ടാൻ എക്സിനെ ആണെങ്കിൽ സീക്ക് സ്ക്വയറിലേക്ക്, d/dx ഓഫ് കോട്ട് എക്സ് ആണെങ്കിൽ മൈനസ് കൊസീക്ക് സ്ക്വയറിലേക്കും കൊണ്ടുപോകുന്നു. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ ടാൻ എക്സ്, കോട്ട് എക്സ്, സീക്ക് എക്സ്, കൊസീക്ക് എക്സ്, ഈ 4 ആൻസർ കണ്ടുപിടിക്കുന്നത് എക്സാമിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അത് ക്വോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തല്ലെങ്കിൽ ക്വോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ അത് 4 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പഠിക്കേണ്ടത്. e⁻xൻ്റെ e⁻x തന്നെയാണ്. നോക്കി, d/dx ഓഫ് e⁻x ആണ്.
ലോഗ് എക്സിൻ്റെ 1/x ആണ്. ഇനി അടുത്ത് കിടക്കുന്ന 3 d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് 1/√(1 - x²), കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ -1/√(1 - x²), d/dx ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് 1/1 + x². ഈ ഇത്രയും ഫങ്ഷൻസും അതിൻ്റെ ഡെറിവേറ്റീവ്സും ഇതാണെന്ന് മനസ്സിലാക്കാതെ ഈ മൊഡ്യൂൾ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് ഇത് പഠിക്കലാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മുടെ മനസ്സിൽ നിൽക്കും. അപ്പോൾ ഞാൻ ആ d/dx ഓഫ് x⁻n എന്താ പറഞ്ഞത്, n(x⁻n-1) എന്നല്ലേ. അതിനൊരു എക്സാമ്പിൾ ഇട്ട് തുടങ്ങാം. d/dx ഓഫ് x² എന്തായിരിക്കും? അപ്പോൾ മുകളിലുള്ളത് എന്താണോ അത് ആദ്യം താഴേക്ക് എഴുതുക. 2x⁻²-1, അതായത് 2x⁻1 അഥവാ 2x. അതുപോലെ തന്നെ d/dx ഓഫ് x⁻3 ആണെങ്കിൽ 3x⁻3-1, അതായത് 3x⁻2. മറ്റൊരു ക്വസ്റ്റ്യൻ d/dx ഓഫ് x⁻6 ആണ്. അത് 6x⁻6-1, 6x⁻5. അതുപോലെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് പോളിനോമിയലായിട്ടുള്ള ഫങ്ഷൻസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ മറ്റ് കുറച്ച് ഡിഫറെൻറ്റ് ഫോമിലേക്ക് വന്നാൽ d/dx ഓഫ് 1/x, d/dx ഓഫ് 1/x², d/dx ഓഫ് 1/x³ എക്സെട്ര. ഇതെല്ലാം ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യേണ്ടത്. ഈ 1/x എന്നാൽ 1/x⁻1 എന്നല്ലേ. ഈ x⁻1 മുകളിലേക്ക് പോകുമ്പോൾ ഇത് x⁻1 ഫ്രാക്ഷൻ്റെ മേലേക്ക് പോകുമ്പോൾ എങ്ങനെ വരിക? d/dx ഓഫ് x⁻1 എന്നാണ് വരിക. അപ്പോൾ 1/x⁻2 മുകളിലേക്ക് പോകുമ്പോഴോ d/dx ഓഫ് x⁻2 എന്നാണ് വരിക. ഇതാണെങ്കിൽ d/dx ഓഫ് x⁻3. ഇതെല്ലാം ചെയ്യുമ്പോൾ എങ്ങനെ വരാം? അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം. d/dx ഓഫ് 1/x⁻1, അതായത് 1/x, 1/xൻ്റെ ഡെറിവേറ്റീവ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1/x² ഡെറിവേറ്റീവ്. മൂന്നാമത്തത് d/dx ഓഫ് 1/x⁻3 ഡെറിവേറ്റീവ്. അങ്ങനെ എത്ര വലുത് വേണമെങ്കിലും വരാം. അപ്പോൾ എന്ത് ചെയ്യും? x⁻1 നോക്കിയേ, -1x⁻1-1, അതായത് -1x⁻2. ഓക്കെ, അതായത് -x⁻2. അപ്പോൾ x⁻2-ൻ്റെ ആണെങ്കിലോ -2x⁻2, മുകളിൽ പറഞ്ഞില്ലേ നമ്മൾ x⁻n. അതുപോലെ -2x⁻2 -2-1, -2x⁻2-3. x⁻3 ആണെങ്കിലോ -3x⁻2 -3-1, -3x⁻2-4. ഇതുപോലെയാണ് ഈ താഴെ ഫ്രാക്ഷനായിട്ട് കിടക്കുന്ന x⁻n ചെയ്യേണ്ടത്. മുകളിലേക്ക് എടുത്തതിന് ശേഷം ഈ പോളിനോമിയൽ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഈ പോളിനോമിയൽ റൂള് നമ്മൾ അപ്ലൈ ചെയ്യണം മുകളിലേക്ക് എടുത്തതിന് ശേഷം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇതെല്ലാം ഡയറക്റ്റ്ലി അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഇതാകുമ്പോൾ 1/, എന്ന് വരുമ്പോൾ മുകളിലേക്ക് എടുത്ത് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ വരുന്ന വേറെ ആളുണ്ട്. ഫ്രാക്ഷനുകൾ വരാം. എക്സാമ്പിൾ d/dx ഓഫ് √x, അല്ലെങ്കിൽ d/dx ഓഫ് 1/√x. ഇതെല്ലാം ഇതേ ഫോമുല വരുന്നത്. ഈ √x സൈഡിലേക്ക് നോക്കിയ √x എന്നാൽ x⁻1/2 എന്നാണ്. അപ്പോൾ നോക്കാം, d/dx ഓഫ് x⁻1/2. ഇപ്പം n ആയിട്ട് വരുന്നത് എന്താ? മുകളിൽ n ആയിട്ട് വരുന്നത് 1/2 ആണ്. അപ്പോൾ n x⁻n-1 അല്ലേ. 1/2 x⁻1/2-1, അതായത് 1/2 x⁻1/2, അതായത് 1/2. ഈ x⁻1/2 ഫ്രാക്ഷൻ്റെ മുകളിലാണ്. ആ x⁻1/2 ഫ്രാക്ഷൻ്റെ താഴേക്ക് വരുമ്പോൾ
1/2 x⁻² എന്നാണ് വരിക. അപ്പോൾ അത് 1/2 √x എന്നാകും. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ d/dx ഓഫ് √x. √x എന്നാൽ x⁻² എന്നാണ്. അപ്പോൾ d/dx ഓഫ് x⁻². ഇവിടെ x⁻n n x⁻n എന്നല്ലേ, എന്നിന് പകരം ഇവിടെ 1/2 ആ. ഓക്കെ, അപ്പോൾ 1/2 x⁻² -1 1/2 -1 ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, 1/2 -1 എന്നാൽ 1/2 - 1/1. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 × 1 × 1 - 1 × 2 / 2 × 1 ഇതുപോലെ. ഓക്കെ, 1 - 2/2 -1/2. അപ്പോൾ നമുക്ക് ആൻസർ ഇത്രയും ഭാഗത്തിന് പകരം -1/2 എന്ന് കൊടുക്കാം. 1/2 x⁻² -1/2. ഈ x⁻² -1/2 എന്ന് ഫ്രാക്ഷൻ്റെ മേലെയാണ് കിടക്കുന്നത്. അത് ആ താഴെ 2ൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ x⁻² എന്നാകും. അതായത് ഫ്രാക്ഷൻ്റെ മേലേക്ക് കൊടുത്താൽ എക്സ്പോണൻറ്റിന് ഒരു നെഗറ്റീവ് വരും. അപ്പോൾ x⁻² എന്ന് വന്നത് എന്താ? x⁻² എന്ന് പറഞ്ഞാൽ √x എന്നല്ലേ. 1/2 x⁻²ന് പകരം √x എന്ന് കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ ഒരു ഫോർമുല മനസ്സിലാക്കിയത്. √xൻ്റെ ഡെറിവേറ്റീവ് 1/2 √x ആണെന്ന് പറഞ്ഞില്ലേ, അത്. ഇതേ പാറ്റേണിൽ തന്നെ ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ എഴുതിയില്ലേ, d/dx ഓഫ് 1/√x. ഈ 1/√x എന്ന് വെച്ചാൽ √x എന്ന് പറഞ്ഞാൽ x⁻² അല്ലേ, 1/x⁻² എന്ന് എഴുതാം. ഓക്കെ, ഞാൻ ബാക്കിയൊന്ന് ക്ലിയർ ചെയ്യണേ. അപ്പോൾ d/dx ഓഫ് 1/x⁻² എന്ന് കണ്ടില്ലേ, അതിന് ഈ x⁻² താഴെ കിടക്കുകയാണ്. അതിനെ മേലേക്ക് കൊടുക്കുമ്പോൾ d/dx ഓഫ് x⁻² -1/2 എന്നാകും. ഇപ്പോൾ n എന്നുള്ളത് -1/2 ആണ്. അപ്പോൾ -1/2 n -1 അല്ലേ. ഓക്കെ, അതായത് -1/2 x⁻² -1/2 -1. ഇനി -1/2 -1 സൈഡ് ചെയ്ത് നോക്കാം. -1 എന്നാൽ -1/2 -1/1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. -1 × 1 -2 × 1 ഡിവൈഡഡ് ബൈ താഴെ 2 × 1 -1 -2/2, അതായത് -3/2. അതായത് -1/2 x⁻² -3/2. ഓക്കെ.